ഒരിക്കൽ ഞാനും കേട്ടിട്ടുണ്ട്, ഫസൽ ഗഫൂർ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന മുഖം മൂടിയുള്ള ചാക്കൊന്നും ഇട്ടുകൊണ്ട് നടക്കരുത്. അതൊരു മോഡറേറ്റ് രീതിയിലുള്ള വസ്ത്രധാരണയല്ല. പക്ഷേ പിന്നീട് ഫസൽ ഗഫൂർ പോയ പോക്ക് കണ്ടു. അയാൾ SDPI, PFI ഇതേപോലെയുള്ള മതതീവ്ര സംഘടനകൾക്കകത്ത് കയറി ഇസ്ലാമിക രാജ്യത്തിനെ അതിനുവേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്തോളും, ഞാൻ പിറകിലുണ്ട്, ആ വീഡിയോ ഉൾപ്പെടെ എന്നെ കാണിച്ചു തന്നു. സോ നോൺസെൻസ്. ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തി അതിനെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ചുമതലയുള്ളൊരു മനുഷ്യൻ, അതാണ് അയാളുടെ ഫാദർ കാണിച്ചു കൊടുത്ത വീക്ഷണം. ആ വിഷൻ എന്ന് പറയുന്നത് അതിനെ മുഴുവനും തച്ചടയ്ക്കുന്ന രീതിയിൽ ഈ ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് ഫസൽ ഗഫൂറിനെ മാറ്റിയതിൻ്റെ കാര്യം എന്താണ്? ആ മഹാനായ പിതാവിൻ്റെ മകനാണെന്ന് പറയാൻ തനിക്ക് യോഗ്യതയുണ്ടോ? അപ്പം ഇവർ വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പം അതിനകത്തുനിന്ന് തന്നെ ഇവരന്ന് വളരെ പാടുപെട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കുക. സ്ത്രീകൾക്ക് പ്രത്യേക കോളേജ്, സ്കൂളുകൾ. അപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരെന്നോട് പറഞ്ഞു. അതായത് ചിലയിടത്തുള്ള ഇപ്പം MESൻ്റെ മണ്ണാർക്കാട് MES കോളേജ്, അതേപോലെ പല MES കോളേജുകളുടെ പേര് പറഞ്ഞു. ചില ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ബേസിക്കലി കേരളത്തിലെ ഈ മുസ്ലിം ഇസ്ലാം വിശ്വാസത്തിനകത്ത് സ്ത്രീകൾക്ക് സയൻസോ മാത്തമാറ്റിക്സ് ഈ സാധനമൊന്നും പഠിക്കാൻ പറ്റത്തില്ല. STEMS എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ബ്രേക്ക് വരുത്തിയ ആളാണ് ഇയാൾ. അതേപോലെ അവർക്ക് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിക്കണം. ഇതൊക്കെ പുള്ളിയുടെ വിഷനാണ് സംഭവം. അപ്പോൾ എത്രമാത്രം വലിയ വിഷണറി ആയിരുന്നു ഈ ഗഫൂറിൻ്റെ ഫാദർ എന്ന് ആലോചിച്ച് നോക്കുക.